ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫാം ഹൗസിലാണ്. ബുയൻ ഫാംസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും ഡൽഹിയിൽ നിന്ന് ഒരു 20-25 കിലോമീറ്ററാണ്. പക്ഷേ വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പക്ക ഗ്രാമത്തിൻ്റെ കാഴ്ചയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. നോക്കൂ, ഇവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. ഇത് നോക്കുക, ഇത് എന്തിൻ്റെ കൃഷിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് നമ്മളെ കടലേൻ്റെ കൃഷിയാണ്, കടല. അപ്പോൾ ഇതിൻ്റെ ഈ ഇലയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ഞാൻ ചില സമയങ്ങളിലൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ ആ കാണുന്ന ആ മഞ്ഞ പൂവുള്ള അത് കടുക്. പിന്നെ ധാരാളം കൃഷികളുണ്ട്, ചെറിയ ചെറിയ. പിന്നെ അങ്ങോട്ട് നോക്ക്, ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ആസാമീസിൻ്റെ ONGCയിലുള്ള ആസാമീസിൻ്റെ ഒരു പ്രൊമോഷൻ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കൂടെ വിളിച്ചു. അപ്പോൾ ഞങ്ങളും കൂടെ വന്നു. പക്ഷെ ഭയങ്കര അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത്രയും നമുക്ക് ഡൽഹിയിൽ ഇത്ര അടുത്ത് നല്ലൊരു വ്യൂ ആണ്. ഇത് നോക്കുക, മുഴുവൻ നമ്മളെ കടുകിൻ്റെ പാടാണ്. അപ്പോൾ നല്ല യെല്ലോ കളറിൽ കടുക് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റാർട്ടറാണ്. അവിടെ തന്നെ ഉണ്ടായ കടലയും പിന്നെ അവിടെയുള്ള വെജിറ്റബിൾസിനെ കൊണ്ടുള്ള പക്കോടയും. ഇത് മത്തൻ്റെ ഒരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ മത്തനും ഇവിടെയുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, എല്ലാ പച്ചക്കറികളും ഇവരുടെ ഈ ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് ഫുള്ള് ആസാമി സ്റ്റൈലിലാണ് ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഇയാൾ പറഞ്ഞു. ഇവരാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇവർ നോയിഡയിൽ നിൽക്കുകയാണ്. അപ്പോൾ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. അപ്പം മുഴുവനും ഏകദേശ കാര്യങ്ങളൊക്കെ ഇയാളാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ കുറച്ച് പണിക്കാരും കൂടെ ഉണ്ട് ഇയാളെ കൂടെ. ഈ ലോണിൽ മുഴുവൻ ഇട്ടിരിക്കുന്നത് ആസാമിൻ്റെ ആ ഒരു ട്രഡീഷണലായിട്ടുള്ള ഫർണിച്ചറുകളൊക്കെ തന്നെയാണ്. ഈ ലോണിൽ നിന്നാൽ നല്ല ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ ആരവല്ലി റേഞ്ചിൽ പെട്ട സ്ഥലമാണിത്. അപ്പോൾ അതാണ് ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ ഇടുന്നത്. ഈ കാണുന്നത് വെളുത്തുള്ളിൻ്റെ കൃഷിയാണ്. ഇപ്പോൾ അറിയാലോ, വെളുത്തുള്ളിക്ക് നല്ല തീ പിടിച്ച വിലയാണല്ലോ. അത് നമുക്ക് വേണമെങ്കിലും ഇങ്ങനെ വീട്ടുമുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇവിടെയും കുറേ എന്തൊക്കെയോ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലവും ഒരു നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുള്ള് മല്ലി ഇല പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ.
ഇത് അതിൻ്റെ പുറത്ത് നിന്നുള്ള വ്യൂ ആണ്. പിന്നെ ആ കാണുന്നതാണ് അവരുടെ സ്ഥലം. പിന്നെ ഈ കടുകിൻ്റെ പാടമൊക്കെ വേറെ ആളുകളുടേതാണ്. ഈ റാഡിഷ് കണ്ടോ? ഇത്രയും വലിയ റാഡിഷ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എല്ലാം ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുക. ഇത് എന്ത് ടൈപ്പ് റാഡിഷ് ആണെന്ന് അറിയില്ല. പിന്നെ ഇത് ബീട്രൂട്ട്. ഒരാളിവിടെ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതാണ് ഗ്രീൻ പീസ്. ഇതിൻ്റെത് നമ്മൾ ഇലയൊക്കെ കഴിക്കും കേട്ടോ. ഇത് പക്ഷെ അധികം കാണുന്നില്ല. ഇത് ഇത്ര ഏരിയയിൽ മാത്രമേ അല്ല അവിടെയുണ്ട്. പിന്നെ ഇത് പാലക്ക്. ഇത് കണ്ടോ? ഇതാണ് കടുക്. ഇതിൻ്റെ അകത്താണ് നമുക്ക് കടുക് കിട്ടുന്നത്. 이건 예. 이것도
ഇവരൊക്കെയാണ് പ്രൊമോഷൻ കിട്ടിയ ആളുകൾ. सभी को बहुत बहुत बधाई, बहुत बहुत शुभकामनाएं। और ये सुंदर सा कि भविष्य में इसी तरह की पार्टियां होती रहेंगी, ऐसे ऐसे आपको मौके मिलते रहेंगे, यही हम सभी की तरफ से शुभकामनाएं हैं। और यह बहुत ही खास मौका है जो हम सभी लोग ওই তোমাকে বিচাৰি ঘৰ বাৰী এৰিলো, ঐ তোমাক নাপালোহি ঘৰত। এই পাহাৰ বগাই বগাই চেনি মাই কপৌ ফুল আনিছো, পাহাৰ বগাই বগাই চেনি মাই কপৌ ফুল আনিছো। হাই হাই ঐ চেনি মাই চেৰেকি চেৰেকি আনো গৈ পুলি, এই মাৰ ফাঁকি দি চেনি মাই বিহুলৈ আহিলি, বাপেৰ ফাঁকি দি চেনি মাই বিহুলৈ আহিলি। হাই হাই ঐ চেনি মাই বিহুৰে বিহুৰে বতৰত থাকি মৰমে ওলাইছে চেনি মাই সাজি নৈ বোৱাই দি, চেনি মাই কলি যায় দেৱেৰে, চেনি মাই ঐ दुनिया ने हमको दिया क्या, दुनिया से हमने लिया क्या, हम सबकी परवाह करे क्यों, सबने हमारा किया क्या। അങ്ങനെ ഗെയ്സ് ഞാൻ ചെറുതായിട്ടൊരു പാട്ടൊക്കെ പാടി. പിന്നെ ഇത് കണ്ടില്ലേ, അത് ഇവരെ ആസാമീസിൻ്റെ ഒരു മെയിൻ ഒരു ഡിഷാണ്. ചെറിയ മീനില്ല, ആ ചെറിയ മീനിൻ്റെ ഡീപ്പായിട്ടുള്ള ഫ്രൈ, നല്ല ടേസ്റ്റ് കേട്ടോ അത്. तुम काटो यार, फटाफट काटो यार, तुम टमाटर देख के तुम हाथ छोड़, जल्दी छोड़ो। भैया ये क्या बना रहा है? ये पॉप है। നമ്മുടെ ലഞ്ച് ഇതൊക്കെയാണ്. ഇത് എല്ലാ വെജിറ്റബിൾസും ഇവിടെയുള്ള ഗാർഡനിൽ നിന്നുണ്ടായതാണ്. അത് നിങ്ങളെ കാണുന്നില്ലേ, ഇത് നമ്മുടെ നാടൻ കോഴീൻ്റെ കറി, പിന്നെ മീൻ ഫ്രൈ,
പിന്നെ കുറേ ചട്നിയും പിന്നെ ഇത് പംകിൻ്റെ ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. നല്ല ഹോംലി ഫുഡായിരുന്നു, ആസാമിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത്. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബിഹു ഡാൻസ്, അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലൂടെ ബൈ.